സുഹൃത്തുക്കളെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സാർ എന്ന് വിളിക്കേണ്ടതില്ല. നമ്മൾ ജനങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടിമകളല്ല. നമ്മൾ ഓരോരുത്തരും നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ് അവർ എല്ലാ മാസവും ശമ്പളം വാങ്ങുന്നത്. നമ്മൾ ആരും അടിമത്ത സമ്പ്രദായം സ്വീകരിക്കുന്നവരല്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. അത് ഇന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോയാൽ അവരുടെ തെറി കേൾക്കണം. നമുക്ക് സർക്കാർ ഓഫീസുകളിൽ ഇരിക്കാൻ പാടില്ല. ഇതെല്ലാം നിയമം മൂലം നിരോധിക്കണം. വോട്ട് ചെയ്യരുത്. ഇങ്ങനെ ഒരു സർക്കാർ നമുക്ക് വേണ്ട. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്നത് നമ്മുടെ കാര്യം നടത്താനാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം. അതില്ലെങ്കിൽ എന്തിനാണ് സർക്കാർ? അതിവിടെ വേണ്ട. വോട്ട് ചെയ്യരുത്. നമ്മളെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നവരാണ് ഇവരൊക്കെ. എന്നാലേ ഗവൺമെന്റ് ഉള്ളൂ, സർക്കാരുള്ളൂ. ഈ സർക്കാർ ഉള്ളത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. അത് വില്ലേജ് ഓഫീസായാലും കളക്ടറുടെ ഓഫീസ് ആയാലും പോലീസായാലും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ സാർ എന്ന് വിളിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ പോലീസുകാരുടെ അടിമകളാണോ? അല്ല. പോലീസുകാരും ശമ്പളം വാങ്ങുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ്. നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാർ എന്തിനാണ്? നമ്മളെ ജനങ്ങളെ സേവിക്കാൻ. ജനങ്ങളെ സേവിക്കണം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യമായി കടന്നില്ല. ഇന്നും നമുക്ക് പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? പേടി. പോലീസ് തല്ലും, ഇപ്പോഴും തല്ലും. അത് പേടി. നമ്മൾ ധൈര്യമായി കടന്നു ചെല്ലണം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം. നമ്മൾ അവിടെ നമ്മുടെ കാര്യം പറയണം. ഒരു പെറ്റീഷൻ കൊടുക്കാൻ ചെല്ലാൻ നമുക്ക് ഭയമാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടാൽ പേടി.